മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ പാതയോരത്ത് സ്ഥാപിച്ച ലോകകപ്പ് ഫുട്ബോൾ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റണമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവെന്നും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ലോകകപ്പ് തീരുന്നതുവരെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്ന നടപടി ഉണ്ടാകില്ലെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ പൊതുസ്ഥലങ്ങളിൽ ബാനറുകൾ, ബോർഡുകൾ, ഫ്ലെക്സുകൾ എന്നിവ സ്ഥാപിച്ചു വരുന്നതായി പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം 3 ദിവസത്തിനകം നീക്കം ചെയ്യാത്ത പക്ഷം ഗ്രാമപഞ്ചായത്ത് സ്വന്തം ചെലവിൽ നീക്കം ചെയ്യുകയും ഇതിന്റെ തുക വ്യക്തികളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നതായിരിക്കുമെന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവ്. ഇത് നേരത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി പുറപ്പെടുവിച്ചത്. ബോർഡുകൾ നീക്കാത്ത പക്ഷം സെക്രട്ടറിക്കെതിരെ കോടതി നടപടി ഉണ്ടാകും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരറിയിപ്പ് പുറത്തിറക്കിയതെന്നും ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ബോർഡുകൾ ഫുട്ബോൾ മത്സരം കഴിഞ്ഞതിനു ശേഷം മാറ്റാൻ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയതായി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. അനധികൃതമായി ബാനറുകളും ഫ്ലക്സുകളും കൊടിതോരണങ്ങളും ഒക്കെ സ്ഥാപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറേ ലോകകപ്പുകളായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ LSTD RC1 262/2022 16/6/25 ഉത്തരവ് പ്രകാരം അത് നിയന്ത്രിക്കേണ്ടത് സെക്രട്ടറിമാരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമായി കണക്കാക്കുകയും അതിന് വീഴ്ച വരുന്ന സെക്രട്ടറികൾക്കെതിരെ 5000 രൂപ വരെ പിഴ ചുമത്താനുള്ള അധികാരവും നിലവിൽ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാട്ടൂർ പഞ്ചായത്ത് 10/6 ഒരു അറിയിപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം ഒരറിയിപ്പിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധമാണ് യുവജനങ്ങളിൽ നിന്നും മറ്റുമുണ്ടായത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ നിന്നും പ്രതിഷേധമുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിൽ ഫുട്ബോളിന്റെ ഭാഗമായുള്ള ഫ്ലെക്സുകൾ ഉടൻ നീക്കം ചെയ്യില്ലെന്നും ഫുട്ബോൾ മത്സരം കഴിഞ്ഞ ഉടൻ മുഴുവൻ ബോർഡുകളും നീക്കം ചെയ്യുമെന്നും ഇതിനായി പഞ്ചായത്ത് മെമ്പർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നസീർ ബി മാട്ടൂൽ പറഞ്ഞു. ഈ അറിയിപ്പിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ എന്നായിരുന്നു. പക്ഷേ ലോകകപ്പുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ മാത്രമല്ല, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് എന്നുള്ളത് ഈ അപകട നിലയിൽ നിൽക്കുന്ന പ്രധാനമായും പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അനുമതിയില്ലാതെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഫ്ലെക്സ് ബോർഡുകളും നീക്കം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി അത്തരത്തിലുള്ള ഒരു നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളും മാറ്റില്ല എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷത്തിലാണ് കായിക പ്രേമികൾ. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട അധികൃതർക്ക് ഇല്ലേ എന്ന ചോദ്യം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.